ബൈബിളിൽ സ്ത്രീകളുടെ പേരിൽ എഴുതപ്പെട്ട 2 പുസ്തകങ്ങളിൽ ഈ എസ്തറിൻ്റെ പുസ്തകം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പുസ്തകം ഇത്രത്തോളം പ്രധാനമാകാനുള്ള കാരണം എന്താണ്? ഈ പുസ്തകത്തിൽ എസ്തറിൻ്റെ പ്രാധാന്യം എന്താണ്? ഈ എസ്തർ ഒന്നെങ്കിൽ ജീവിക്കും അല്ലെങ്കിൽ മരിക്കും എന്നുവരെ ചിന്തിച്ചതിൻ്റെ കാര്യം എന്താണ്? മൊർദെഖായിനെ 2-ാം മോശ എന്ന് വിളിക്കാനുള്ള കാരണം എന്താണ്? മൊർദെഖായി മാത്രമല്ലേ തെറ്റ് ചെയ്തുള്ളൂ? അതിന് 127 രാജ്യത്തുള്ള മൊത്തം ജൂതന്മാരെയും കൊന്നുകളയാൻ ഹാമാൻ പ്ലാൻ ചെയ്തത് എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം എന്താണ്? എസ്തറും മൊർദെഖായും അവിടെ അടിമകളായിരുന്നു. അവൾ എങ്ങനെ രാജ്ഞിയായി? എന്നിങ്ങനെ പുസ്തകത്തെ ചുറ്റിപ്പറ്റിയുള്ള ഒരുപാട് നിഗൂഢതകളും ഒരുപാട് ചോദ്യങ്ങളുമുണ്ട്. നമുക്ക് ഈ വീഡിയോയിൽ ആ നിഗൂഢതകളെക്കുറിച്ചും അന്നത്തെ സാഹചര്യങ്ങളെക്കുറിച്ചും വിശദമായി ഈ വീഡിയോയിൽ നോക്കാം. ഈ വീഡിയോ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിൽ മെമ്പേഴ്സ് ആകുവാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ജോയിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. എസ്തർ യഹൂദ ഗോത്രത്തിൽപ്പെട്ട ഒരു അനാഥ പെൺകുട്ടിയായിരുന്നു. എസ്തർ എന്നത് പേർഷ്യൻ പേരാണ്. അതിന് നക്ഷത്രം എന്നാണ് അർത്ഥം. അവളുടെ യഥാർത്ഥ പേര് ഹദ്ദസ്സ എന്നാണ്. അതിൻ്റെ അർത്ഥം സമാധാനം, അഭിവൃദ്ധി എന്നാണ്. എന്നാൽ അവളുടെ ജീവിതം ഒരു സമയത്തിൽ ഒരു സമാധാനവും ഇല്ലായിരുന്നു. നാടുകടത്തപ്പെട്ട ഒരു ജൂത പെൺകുട്ടിയായിരുന്നു എന്ന് പറഞ്ഞാലും അവളുടെ സൗന്ദര്യം അക്കാലത്തെ ലോകത്തിലെ ഏറ്റവും ശക്തനായ പുരുഷനായി കണക്കാക്കപ്പെട്ടിരുന്ന അഹശ്വേരോഷ് രാജാവിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിൽ സുന്ദരിയായിരുന്നു അവൾ. സത്യത്തിൽ എല്ലാവരും വിചാരിക്കുന്നത് അവളൊരു അടിമപ്പെണ്ണായിരുന്നു. മൊർദെഖായും അവിടെ രാജാവിൻ്റെ വാതിൽക്കൽ ഇരിക്കുന്നവനായതുകൊണ്ട് അവൻ വാതിൽ കാവൽക്കാരനായിരുന്നു എന്നെല്ലാമാണ്. പക്ഷേ സത്യത്തിൽ അതല്ല. സത്യത്തിൽ ഈ കുടുംബം അടിമയായിട്ട് ജീവിച്ചവരല്ല. ചരിത്രം പറയുന്നത് BC 722 അസറിയൻ രാജാവ് അവരെ എല്ലാവരെയും ബന്ദികളാക്കി എന്നുള്ളത് സത്യമാണ്. BC 586 ബാബിലോണിയർ ജൂതന്മാരെ പിടിച്ച് ബന്ദികളാക്കി. ഇരമ്യാവ് പ്രവചിച്ചതുപോലെ ആ സമയത്ത് അവിടെ പോയ ജൂതന്മാർ സ്ഥലങ്ങൾ വാങ്ങിച്ചു, വീടുകൾ വച്ചു, മക്കളെ കെട്ടിച്ചു വിടുകയും ചെയ്തു. അങ്ങനെ അവിടെ അവർ സ്വന്തം ദേശം പോലെയാണ് ജീവിച്ചത്. BC 539 പേർഷ്യക്കാർ ബാബിലോണിയരെ തോൽപ്പിച്ചു. എന്നിട്ട് BC 516 കോരേശ് രാജാവ് എല്ലാ ജൂതന്മാരെയും സ്വതന്ത്രരാക്കി. അവരുടെ സ്വന്തം ദേശത്തേക്ക് തന്നെ പൊയ്ക്കോളാൻ പറഞ്ഞു. ആ സമയത്ത് വലിയ സമ്പത്തില്ലാത്തവരൊക്കെ തിരിച്ച് നാട്ടിലേക്ക് പോയി. നല്ല സമ്പത്തും നല്ല സ്ഥാനത്ത് ജോലി ചെയ്യുന്ന പല ജൂതന്മാരും പേർഷ്യൻ ദേശത്ത് തന്നെ താമസിച്ചു. മൊർദെഖായി പോകാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ ആ സ്ഥലത്ത് നല്ല നിലയിൽ ജീവിക്കുന്ന ആളുകളായിരുന്നു. അവിടെ പൊതുവെ രാജാവിൻ്റെ വാതിൽക്കൽ ഇരിക്കുന്നവർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ മൂപ്പന്മാരും അധികാരികളുമാണ്. അവർക്കവിടെ സമ്പത്തിന് സമ്പത്ത്, അധികാരത്തിന് അധികാരം എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ സ്വന്തം ദേശത്തേക്ക് പോകാത്തത്. എസ്തറിന് അപ്പനമ്മ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവളുടെ ചിറ്റപ്പൻ്റെ കൂടെയാണ് വളർന്നത്. ചിറ്റപ്പനായ മൊർദെഖായി നല്ല ദൈവഭയമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ എസ്തറിനെയും നല്ല ദൈവഭയമുള്ള ആളായിട്ടാണ് വളർത്തിയത്. ഇനി നമുക്ക് എസ്തർ പുസ്തകത്തിലെ കഥയിലേക്ക് വരാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ രാജ്ഞിയായിരുന്നു വസ്തി. ഈ വസ്തിയെക്കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോയിൽ നോക്കാം. ഒരു ദിവസം അഹശ്വേരോസ് രാജാവ് അവൻ്റെ ശൂഷൻ രാജ്യത്തിലെ എല്ലാ ഉദ്യോഗസ്ഥരെയും വിളിച്ചു കൂട്ടി 7 ദിവസം വിരുന്ന് കഴിച്ചു. അതിൽ 7-ാം ദിവസം അവരോട് കൂടെ ഇരുന്ന് മദ്യപിക്കുന്ന സമയത്ത് പെട്ടെന്ന് അധികാരികളെ വിളിച്ച് വസ്തിയെ വേഗത്തിൽ അണിഞ്ഞൊരുങ്ങി വന്ന് ഇവിടെ അവളുടെ സൗന്ദര്യം കാണുന്ന രീതിയിൽ നടക്കാനും ഡാൻസ് കളിക്കാനും എല്ലാം പറഞ്ഞ് കൽപ്പിച്ചു. രാജ്ഞിക്ക് ഈ തീരുമാനം ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് പറയുന്നില്ല. ചിലപ്പോൾ ഇതിനു മുമ്പ് ഇതേപോലെ വന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിച്ച് കാണണം. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ പോകാത്തത്. അവിടെയുള്ള എല്ലാവരും മദ്യപിച്ച് ഒരു ബോധവും ഇല്ലാതല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം വന്ന് കാണാൻ സാധ്യതയുണ്ട്. രാജ്ഞി ഞാനിത് ചെയ്യില്ല എന്ന് തീർത്തു പറഞ്ഞു. ഇങ്ങനൊരു കടുത്ത തീരുമാനം എടുക്കുമ്പോൾ അതിൻ്റെ പരിണിത ഫലം ഉണ്ടാകുമെന്നറിയാം. ഇങ്ങനെ ഒരു ജീവിതം വേണ്ടെന്നും കൊട്ടാരം വിട്ടു പോകുന്നതിൽ എനിക്ക് ഒരു കുഴപ്പമില്ലെന്ന് അവൾ ഉറച്ചിരുന്നു. ഇത് കേട്ട് ദേഷ്യം വന്ന അഹശ്വേരോഷ് രാജാവ് അവൻ്റെ പ്രധാന അധികാരികളെ വിളിച്ച് വസ്തിയെ രാജ്ഞി സ്ഥാനത്ത് നിന്ന് മാറ്റി വേറൊരാളെ ആ സ്ഥാനത്തേക്ക് എടുക്കണം എന്നൊരു ആജ്ഞ പുറപ്പെടുവിച്ചു. ഈ ഒരു അന്വേഷണത്തിൽ ഒരുപാട് യുവ കന്യകമാരെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. ഈ കന്യകമാരിൽ ഒരാളായിട്ടാണ് എസ്തർ മൊർദെഖായി വഴി കൊട്ടാരത്തിൽ വന്നത്. എസ്തർ ഒരു ജൂത സ്ത്രീയാണെന്ന് പറഞ്ഞ കൊട്ടാരത്തിൽ കയറ്റില്ല. അതുകൊണ്ട് തന്നെ അവളുടെ ഐഡന്റിറ്റി മറയ്ക്കാനായിട്ട് മൊർദെഖായി തീർത്തു പറഞ്ഞു. രാജ്ഞിയാകാൻ വേണ്ടി അവിടെ വന്ന കന്യകമാർക്ക് 12 മാസം ഒരുക്കത്തിന് വേണ്ടി കൊടുത്തു. ഈ സമയത്ത് സൗന്ദര്യവും വൃത്തിയും നിലനിർത്താൻ വേണ്ടി സുഗന്ധദ്രവ്യങ്ങളും സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഉപയോഗിക്കാൻ അവരെ പഠിപ്പിക്കും. കൂടാതെ പേർഷ്യയുടെ സംസ്കാരത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും കാര്യങ്ങളെ മനസ്സിലാക്കാനും രാജകൊട്ടാരത്തിലെ ഒരു രാജ്ഞിക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ വേണ്ടിയത് അതെല്ലാം അവരെ പഠിപ്പിക്കും. അവസാനം ആ ഒരു ദിവസം വന്നു. കൊട്ടാരത്തിൽ സുന്ദരികളായ സ്ത്രീകൾ ഒരുപാട് പേരുണ്ടായിരുന്നു. എന്നാൽ എസ്തറിൻ്റെ സൗന്ദര്യവും ലാവണ്യവും രാജാവിന് നല്ല ഇഷ്ടമായി. ആരും അത് പ്രതീക്ഷിച്ചില്ല. എന്തിനു പറയണം, എസ്തർ പോലും അത് പ്രതീക്ഷിച്ചിരുന്നില്ല. പെട്ടെന്ന് രാജാവ് രാജകിരീടമെടുത്ത് അവളുടെ തലയിൽ വെച്ചു. ആ നിമിഷം മുതൽ എസ്തർ പേർഷ്യൻ രാജ്യത്തിൻ്റെ പുതിയ രാജ്ഞിയായി മാറി.
ഇനി ജൂതന്മാർക്ക് സമാധാനം ഉണ്ടാകുമെന്ന് വിചാരിച്ച് സന്തോഷിക്കുന്ന ആ സമയത്താണ് എസ്തർ രാജ്ഞി താമസിച്ചിരുന്ന അതേ കൊട്ടാരത്തിൽ ഒരു പുതിയ പ്രശ്നം ആരംഭിച്ചത്. യഹൂദ ജനത്തോട് വിദ്വേഷമുണ്ടായിരുന്ന ആഗാഗ്യനായ ഹാമാനെ എല്ലാ അധികാരികളെക്കാൾ ഉയർന്ന ഒരു അധികാരത്തിൽ അവനെ ഇരുത്തി. ഹാമാൻ പോകുമ്പോഴും വരുമ്പോഴും അവനെ വണങ്ങണം എന്ന് രാജാവ് എല്ലാ ആളുകളോടും കൽപ്പിച്ചിരുന്നു. പക്ഷേ മൊർദെഖായി അങ്ങനെ ചെയ്യില്ലായിരുന്നു. ഇവർ തങ്ങളിൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അതറിയില്ല. പക്ഷേ മൊർദെഖായി അവനെ വണങ്ങുന്നില്ല എന്ന് അവന് ഭൃത്യന്മാർ പറഞ്ഞപ്പോഴാണ് ഹാമാൻ അറിഞ്ഞത്. എന്നിട്ട് അവനൊരു ജൂതൻ എന്ന് അറിഞ്ഞപ്പോഴാണ് ശരിക്കും അവന് ദേഷ്യം കയറിയത്. മൊർദെഖായി എന്ന ഒരൊറ്റ ആൾ കാരണം ജൂതന്മാരെ മൊത്തത്തിൽ അവന് ഇഷ്ടമല്ലാതെ ആയതല്ല, മറിച്ച് ജൂതന്മാരോടുള്ള വെറുപ്പ് അവന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഈ ഹാമാന് ജൂതന്മാരെന്ന് പറയുമ്പം ഇത്ര ദേഷ്യം വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് മനസ്സിലാക്കണമെങ്കിൽ ശൗൽ രാജാവിൻ്റെ കാലത്തേക്ക് പോകണം. ഏകദേശം ഒരു 500-600 വർഷങ്ങൾക്ക് മുമ്പ് 1 ശമൂവേൽ 15-ാം അധ്യായം 3-ാം വാക്യത്തിൽ അവിടെ ദൈവം ശൗൽ രാജാവിനോട് പറഞ്ഞു, നീ അമലേക്യരെ ഇല്ലാതാക്കി കളയണം, ഒന്നിനെയും വെറുതെ വിടരുത്, ഇനി കൊച്ചു കുഞ്ഞുങ്ങളായാൽ പോലും ശരി അവരോട് കനിവ് തോന്നരുത് എന്ന് പറഞ്ഞു. പക്ഷെ ശൗലിന് അവരിൽ ചിലരോട് അലിവ് തോന്നി, കുറച്ചുപേരെ വിട്ടയച്ചു. ആ അമലേക്യ കുലത്തിൽപ്പെട്ട ആളായിരുന്നു ഈ ഹാമാൻ. അവൻ്റെ കുലം മൊത്തം ഇല്ലാതാക്കിയവരാണ് ഈ ജൂതന്മാർ. അങ്ങനെയാണ് ഒരു അവസരം കിട്ടിയപ്പോൾ മൊർദെഖായെ മാത്രമല്ല 127 രാജ്യങ്ങളിലുമുള്ള എല്ലാ ജൂതന്മാരെയും കൊല്ലണം എന്നുള്ള ആഗ്രഹം അവന് വരാനുള്ള കാരണം. ഇനി നമുക്ക് എസ്തറിൻ്റെ സംഭവകഥയിലേക്ക് വരാം. എബ്രായ കലണ്ടറിലെ ആദാർ മാസം 13-ാം തീയതി യഹൂദന്മാരുടെ തലവിധി മാറ്റുന്ന ഒരു കൽപ്പന പുറപ്പെടുവിക്കാൻ അവൻ രാജാവിനെ കബളിപ്പിച്ചു. അപ്പോൾ രാജാവ് നിന്റെ ഇഷ്ടം പോലെയൊക്കെ ചെയ്തോ എന്ന് പറഞ്ഞ് ഹാമാനോട് പറഞ്ഞു. അങ്ങനെ ഹാമാൻ ഒരു ജൂതനും ശേഷിക്കാത്ത രീതിയിൽ അവനൊരു കൽപ്പന പുറപ്പെടുവിച്ചു. ഇത് അറിഞ്ഞ മൊർദെഖായി ഉടൻ തന്നെ നിലത്തിരുന്ന് വസ്ത്രം കീറി വെണ്ണീർ വാരിയിട്ട് കരഞ്ഞു. അവൻ അവിടെ നിന്ന് തന്നെ എസ്തറിനൊരു സന്ദേശം അയച്ചു. നീ പോയി രാജാവിനോട് അപേക്ഷിക്കുക എന്ന് എസ്തറിനോട് പറഞ്ഞു. എന്നാൽ എസ്തർ രാജ്ഞിയായിരുന്നിട്ടും അവളുടെ മുമ്പിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തിരിച്ച് മൊർദെഖായിക്ക് ഒരു സന്ദേശം അയച്ചു. രാജാവ് ക്ഷണിച്ചിട്ടല്ലാതെ ആർക്കും അകത്തെ പ്രാകാരത്തിൽ പോകാൻ പറ്റില്ല. അവിടെയാണ് പ്രധാന തീരുമാനങ്ങൾക്ക് വേണ്ടി ഒരുപാട് അധികാരികളുമായി രാജാവ് സംസാരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ക്ഷണിച്ചിട്ടല്ലാതെ ആർക്കും തന്നെ കയറി ചെല്ലാൻ പറ്റില്ല. അങ്ങനെ ചെന്നു എന്നിരിക്കട്ടെ, രാജാവിൻ്റെ പൊൻചെങ്കോൽ അവരുടെ നേരെ നീട്ടിയില്ലെങ്കിൽ അവനെ പിടിച്ചു കൊണ്ടുപോയി കൊല്ലും എന്നത് ഇവിടുത്തെ അധികാരികൾക്കും ശൂഷൻ രാജ്യത്തിലെ എല്ലാ ആളുകൾക്കും അറിയാം എന്ന് പറഞ്ഞു. ഇക്കഴിഞ്ഞ 1 മാസമായിട്ട് രാജാവിനെ വിളിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യം രാജാവിനോട് പറയാൻ പാടാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഇത് കേട്ടിട്ട് മൊർദെഖായി തിരിച്ചൊരു സന്ദേശം അയച്ചു. ആ സന്ദേശം കേട്ടപ്പോൾ എസ്തറിന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞെട്ടിപ്പോയി. ഇപ്പോൾ നീ രാജ്ഞിയായിരിക്കുന്നത് കൊണ്ട് നീ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കേണ്ട. എസ്തർ 4:14. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയുമുണ്ടാകും. എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ളൊരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത് എന്ന് ആർക്കറിയാം എന്ന് പറഞ്ഞു. മൊർദെഖായി ഇങ്ങനെ പറഞ്ഞപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. മൊർദെഖായി പറഞ്ഞ ഈ വാക്കുകൾ എസ്തറിന് അവിടുത്തെ അവസ്ഥയെ മനസ്സിലാക്കാൻ സഹായിച്ചു. എസ്തർ നന്നായി ചിന്തിച്ചു. എന്നിട്ട് ഒരു ഉറച്ച തീരുമാനമെടുത്തു. മൊർദെഖായിക്ക് വീണ്ടും ഒരു സന്ദേശം അയച്ചു. പക്ഷേ ഈ തവണ ഭയന്ന് പറച്ചല്ല, നല്ല ഉറപ്പോടെ ഒരു സന്ദേശം അയച്ചു. പോയി സൂസനുള്ള എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ 3 ദിവസം എനിക്ക് വേണ്ടി ഉപവസിക്കാനായിട്ട് പറഞ്ഞു. ഞാനും എൻ്റെ ബാല്യകാരത്തികളും ഇവിടെ ഉപവസിക്കും എന്നായിരുന്നു സന്ദേശം. എന്നിട്ട് ഞാൻ നിയമം ലംഘിച്ചുകൊണ്ട് രാജാവിൻ്റെ സന്നിധിയിൽ പോകും. ഞാൻ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, സാരമില്ല എന്ന് പറഞ്ഞു. ഈ 3 ദിവസവും എസ്തർ എന്നൊരു സ്ത്രീ അനുഭവിച്ച ആ മാനസിക അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്തൊക്കെയാണെങ്കിലും 3-ാം ദിവസം എസ്തർ രാജകീയ വസ്ത്രം ധരിച്ച് രാജാവിൻ്റെ അടുത്ത് പോയി. ഇങ്ങനെ രാജാവ് ക്ഷണിക്കാത്ത ഒരാൾ പെട്ടെന്ന് അവിടെ വന്നതുകൊണ്ട് അവിടെ ഭയങ്കര സംസാരം ഉണ്ടായി. ഇനി എന്ത് സംഭവിക്കുമെന്ന് അറിയാതെ ആളുകൾ നോക്കി നിൽക്കുമായിരുന്നു. പെട്ടെന്ന് രാജാവ് ആ പൊൻചെങ്കോൽ അവളുടെ നേരെ നീട്ടി. രാജാവ് അവളോട്, എസ്തർ രാജ്ഞിയെ, നിനക്ക് എന്ത് വേണം? നിന്റെ അപേക്ഷ എന്താണ് എന്ന് പറഞ്ഞു. നീ ഇപ്പോൾ രാജ്യത്തിൻ്റെ പകുതി ചോദിച്ചാലും ഞാൻ നിനക്ക് തരും എന്ന് പറഞ്ഞു. ഇവിടെ എസ്തർ രാജ്ഞി വളരെ ശ്രദ്ധയോടും ജ്ഞാനത്തോടും പറഞ്ഞു. എസ്തർ വന്നതിൻ്റെ ഉദ്ദേശം ഏകദേശം നിറവേറിയതാണ്. പക്ഷേ അവൾ ഉദ്ദേശിച്ച കാര്യത്തെ ഉടൻ തന്നെ പറഞ്ഞില്ല. ആരും വിചാരിക്കാത്ത ഒരു കാര്യമാണ് അവൾ പറഞ്ഞത്. അവൾ ഒരുക്കി വച്ചിരിക്കുന്ന ഒരു വിരുന്ന് കഴിക്കാനായിട്ട് രാജാവിനെയും ഹാമാനെയും ക്ഷണിച്ചു. ഉടനെ രാജാവ് ഹാമാൻ എവിടെയുണ്ടെങ്കിലും വേഗത്തിൽ വരുവാനായിട്ട് അവനോട് പറയിച്ചു. എന്നിട്ട് രാജാവും ഹാമാനും രാജ്ഞി ഒരുക്കിയ വൈകുന്നേരത്തെ വിരുന്നിനെത്തി. ആ നിമിഷം രാജാവ് വീണ്ടും ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടതെന്ന് പറ എന്ന് ചോദിച്ചു. പക്ഷേ അപ്പോഴും എസ്തർ ഒരു കാര്യവും പറഞ്ഞില്ല. വെറുതെ സമയം കളഞ്ഞു. നാളെ രാത്രിയും ഇതേപോലെ ഒരു വിരുന്ന് വയ്ക്കുന്നു. രാജാവ് നാളെയും വരണമെന്ന് പറഞ്ഞു. രാജാവിന് ഒന്നും തന്നെ മനസ്സിലാകുന്നില്ലായിരുന്നു. എസ്തർ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് രാജാവിന് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഹാമാൻ വളരെ അഭിമാനത്തോടെ ആരെയും വിളിക്കാത്ത ഒരു വിരുന്നിൽ അവനെ മാത്രമാണ് വിളിച്ചിരുന്നത് എന്നുള്ള അഭിമാനത്തിൽ നല്ല സന്തോഷത്തോടെ പോകുമായിരുന്നു. പോകുന്ന ആ സമയത്ത് തന്നെ ഈ മൊർദെഖായി അവനെ വണങ്ങാതെ നിൽക്കുന്നത് കണ്ടു.
അവൻ്റെ സന്തോഷമെല്ലാം പോയി. ഈ ദേഷ്യത്തിൽ അവൻ വീട്ടിൽ പോയി. അപ്പോൾ അവൻ്റെ കൂട്ടുകാർ അവനോട് പറഞ്ഞത്, അവനെ തൂക്കിക്കൊല്ലാനായിട്ട് 50 മുഴം പൊക്കമുള്ള ഒരു തൂക്കുമരം പണിയാം. അടുത്ത ദിവസം രാവിലെ തന്നെ മൊർദെഖായിയെ കൊല്ലാനുള്ള അപേക്ഷ രാജാവിന് കൊടുക്ക്. അങ്ങനെ രാവിലെ തന്നെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ സന്തോഷത്തോടെ നിനക്ക് വൈകുന്നേരത്തെ ആ വിരുന്നിൽ പങ്കെടുക്കാമല്ലോ എന്ന് പറഞ്ഞു. ഇതവന് ഇഷ്ടമായി. അവൻ രാത്രി കിടന്നു. അന്ന് രാത്രി പക്ഷേ രാജാവിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഉറക്കം വരാത്തത് കൊണ്ട് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം എടുത്തുകൊണ്ടുവന്ന് വായിക്കാനായിട്ട് പറഞ്ഞു. ഒരു ഭാഗം വന്നപ്പോൾ വളരെ ഉച്ചത്തിൽ വായിച്ചു. എന്താണെന്ന് ചോദിച്ചാൽ, 2 കാവൽക്കാർ രാജാവിനെ കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്തു. മൊർദെഖായി എന്നൊരാൾ ആ പ്ലാൻ മനസ്സിലാക്കി രാജാവിന് അറിവ് കൊടുത്തു എന്ന് വായിച്ചു. ഇതിന് പ്രതിഫലമായി മൊർദെഖായിക്ക് ഒന്നും തന്നെ ചെയ്തില്ല എന്ന് രാജാവ് പറഞ്ഞു. ഇതിനെക്കുറിച്ച് രാജാവ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്ത് ഹാമാൻ വന്നു നിന്നു. രാജാവ് അവനെ അകത്തേക്ക് വരാനായിട്ട് പറഞ്ഞു. ഹാമാൻ മൊർദെഖായിയെ തൂക്കിക്കൊല്ലാനുള്ള ഉത്തരവ് വാങ്ങാനായി വന്നതായിരുന്നു. അകത്ത് കയറിയ ഉടൻ തന്നെ രാജാവ് അവനോടൊരു ചോദ്യം ചോദിച്ചു. എനിക്കൊരാളെ ബഹുമാനിക്കണം. അങ്ങനെ ബഹുമാനിക്കണമെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. ഉടനെ ഹാമാൻ തന്നെയല്ലാതെ ആരെ മാനിക്കാനാ എന്ന് വിചാരിച്ച് രാജാവിനോട് പറഞ്ഞു, രാജാവ് ഇടുന്ന ഡ്രസ്സ്, രാജാവിൻ്റെ രാജകിരീടം നല്ല കുതിരപ്പുറത്ത് കയറ്റി നാട് നീളെ രാജാവ് അനുഗ്രഹിച്ചാൽ ഇങ്ങനെ അനുഗ്രഹിക്കും എന്ന് വിളിച്ചു പറയിക്കണം എന്ന് പറഞ്ഞു. രാജാവിന് ഇതൊരു നല്ലൊരു കാര്യമായി തോന്നി. ഉടനെ ഹാമാനോട് നീ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞു. അപ്പോൾ ഹാമാൻ ചിന്തിച്ചു, എന്നെ മാനിക്കുവാൻ വേണ്ടി ഞാൻ തന്നെ കാര്യങ്ങൾ ചെയ്യണോ? രാജാവ് ഇതെന്താ പറയുന്നത് എന്ന് വിചാരിച്ചു. അപ്പോഴാണ് അവനോട് രാജാവ് പറഞ്ഞത്, നീ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആ മൊർദെഖായിക്ക് പോയി ചെയ്യുക എന്ന് പറഞ്ഞു. പാവം, അവൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയേ. അവൻ്റെ കൂട്ടുകാരുടെ മുമ്പിലൊക്കെ ചമ്മിപ്പോയി കാണും. അവരോടൊക്കെ എങ്ങനെ പറയും എന്നൊക്കെ ആലോചിച്ച് വല്ലാതെ ഞരങ്ങി കാണും. ഹാമാൻ മൊർദെഖായിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു. വിഷമിച്ച് വീട്ടിൽ പോയി അവൻ്റെ ഭാര്യയോടും അവൻ്റെ കൂട്ടുകാരോടും എല്ലാം പറഞ്ഞു. ആ സമയത്ത് തന്നെ രാജാവിൻ്റെ ഒരു ഷണ്ടൻ വന്ന് വിരുന്നിന് അവനെ വിളിച്ചുകൊണ്ടുപോയി. അന്നത്തെ വിരുന്നിലും രാജാവ് എസ്തറിനോട് ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത്? പറ, അത് നിനക്ക് ഞാൻ ചെയ്തു തരുമെന്ന് പറഞ്ഞു. ആ സമയത്ത് എസ്തർ പറഞ്ഞു, രാജാവിന് ദയവുണ്ടെങ്കിൽ എൻ്റെ ജീവനെയും എൻ്റെ കുലത്തിനെയും എനിക്ക് തരണമേ. ഞങ്ങളെ മുടിച്ചു കളയാൻ എന്നെയും എൻ്റെ കുലത്തെയും വിറ്റ് കളഞ്ഞിരിക്കുന്നു. ഈ വിറ്റത് ദാസന്മാരായിട്ടല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. രാജാവിൻ്റെ സ്വന്തം രാജ്ഞിയെ ഭീഷണിപ്പെടുത്താൻ ആരാണ് ധൈര്യപ്പെട്ടതെന്ന് അയാൾ ചോദിക്കുന്നു. ആ വൈരിയും ശത്രുവും ഈ ദുഷ്ടനായ ഹാമാനാണെന്ന് പറഞ്ഞു. ഹാമാൻ ഞെട്ടിപ്പോയി. എന്ത് ചെയ്യണമെന്നോ എന്ത് പറയണമെന്നോ അറിയില്ല. വല്ലാതെ വിളറിപ്പോയി. രാജാവിന് ഇത് കേട്ട് ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് അപ്പുറത്തോട്ട് പോയി. ആ സമയത്ത് ഹാമാൻ എസ്തറിനോട് അപേക്ഷിക്കുമായിരുന്നു. അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ കാല് തെറ്റിയാണോ എന്നറിയില്ല, രാജ്ഞി ഇരിക്കുന്ന ബെഡിൽ പോയി വീണു. ആ സമയത്ത് രാജാവ് തിരിച്ചു വന്ന് നോക്കിയപ്പോൾ രാജ്ഞിയുടെ സ്ഥലത്തിരിക്കുന്നത് കണ്ടിട്ട് ദേഷ്യം കയറി ഹാമാനെ കൊല്ലുവാൻ ഉത്തരവിട്ടു. ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഷണ്ടന്മാർ അവൻ്റെ തല മൂടി. അതിൽ ഒരു ഷണ്ടൻ രാജാവിനോട് മൊർദെഖായിക്ക് വേണ്ടി ഉണ്ടാക്കിയ 50 മുഴം ഉയരമുള്ള ഒരു കഴുമരമുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ അതിൽ തന്നെ അവനെ തൂക്കിക്കൊല്ലാനായിട്ട് ഉത്തരവിട്ടു. മാത്രമല്ല, ഈ ഹാമാൻ്റെ എല്ലാ സ്വത്തുക്കളും എസ്തറിൻ്റെ പേരിലേക്ക് മാറ്റി. പേർഷ്യൻ നിയമവ്യവസ്ഥ പ്രകാരം രാജാവ് ഒരു നിയമം ഉണ്ടാക്കിയാൽ അയാൾക്ക് പോലും അത് പിൻവലിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മുമ്പ് ജൂതന്മാരെ ഇല്ലാതാക്കാനായിട്ട് സർക്കാർ പാസാക്കിയ നിയമം അവർക്ക് മാറ്റാൻ കഴിയില്ല. അതുകൊണ്ട് ജൂതന്മാർ സ്വയം പ്രതിരോധിക്കാൻ വേണ്ടി അവർക്ക് വേറൊരു കൽപ്പന കൊടുത്തു. ആ കൽപ്പന പ്രകാരം യഹൂദന്മാരെ കൊല്ലണം എന്ന് തീരുമാനിച്ച ദിവസം തന്നെ യഹൂദന്മാരുടെ ശത്രുക്കളെ തിരിച്ചടിക്കാനായിട്ട് തയ്യാറായിക്കൊള്ളാൻ രാജാവ് ഉത്തരവിട്ടു. ആ സമയത്ത് യഹൂദന്മാർ താമസിച്ചിരുന്ന എല്ലായിടത്തും ഈ വിളംബരം പുറപ്പെടുവിച്ചു. 127 നാടുകളിൽ എത്തിക്കാൻ പറ്റുന്ന മാക്സിമം സ്ഥലത്ത് എത്ര വേഗം എത്തിക്കാൻ പറ്റുമോ അത്രയും വേഗത്തിൽ തന്നെ എത്തിക്കാനായിട്ട് രാജാവ് കൽപ്പന കൊടുത്തു. അങ്ങനെ യഹൂദന്മാർ പൊരുതി അവർ ജയിച്ചു. രാജാവിൻ്റെ കൽപ്പന ചെന്നെത്തിയ സകല സംസ്ഥാനങ്ങളിലും പട്ടണങ്ങളിലും യഹൂദന്മാരുടെ ഇടയിൽ ആനന്ദവും സന്തോഷവും ഉണ്ടായി. ആ ദിവസം നല്ല വിരുന്നും നല്ല ആഘോഷവും ആയിരുന്നു. എബ്രായ കലണ്ടർ പ്രകാരം ആദാർ മാസം 13-ാം തീയതി ഈ പൂരിം ഉത്സവം ആഘോഷിക്കും. ഈ സമയത്ത് എസ്തറിൻ്റെ പുസ്തകം ഉച്ചത്തിൽ വായിക്കും. അങ്ങനെ വായിക്കുമ്പോൾ ഹാമാൻ എന്ന പേര് എവിടേക്ക് വരുന്നോ ആ സമയത്തൊക്കെ അവിടെ കൂടിയിരിക്കുന്ന ആളുകൾ ഉച്ചത്തിൽ നിലവിളിക്കും. അവൻ്റെ പേര് ഓർമ്മയിൽ നിന്ന് പൂർണ്ണമായി ഇല്ലാതാകട്ടെ എന്ന് പറയും. യഹൂദന്മാർക്ക് നേരെ ചിന്തിച്ച ചതി ദൈവം മൊർദെഖായിലൂടെ ഇല്ലാതാക്കി. 127 രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന എല്ലാ ജൂതന്മാരെയും രക്ഷിച്ചത് കൊണ്ട് തന്നെ മൊർദെഖായിനെ എല്ലാവരും 2-ാം മോശ എന്ന് പറയാൻ തുടങ്ങി. മൊർദെഖായി മേൽക്കുമേൽ ശൂഷൻ രാജ്യത്തിലും മഹാനായി തീർന്നു. മറ്റുള്ളവർക്ക് അവനെ ഓർത്ത് പേടിയാകാൻ തുടങ്ങി. ഈ പൂരിം ഉത്സവം 2 ദിവസം ആഘോഷിക്കും. ആദ്യ ദിവസം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. അവരുടെ മോചനത്തിനായി അവർ കർത്താവിൽ ആശ്രയിച്ചു എന്നതിനെ ഓർമ്മിപ്പിക്കാനായിരുന്നു അത്. 2-ാം ദിവസം തമ്മിൽ നല്ല സമ്മാനങ്ങൾ കൊടുക്കുക, സംഗീത പരിപാടികളിൽ പങ്കെടുക്കുക, മറ്റുള്ളവരെ സഹായിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യും. അന്ന് വരെ പൂരിം എന്നൊരു ഉത്സവം ഇല്ലായിരുന്നു. മൊർദെഖായി എഴുതി കൊടുത്ത ചട്ടപ്രകാരം എല്ലാവരും ആ ഉത്സവം ആചരിക്കാൻ തുടങ്ങി.
ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ പലപ്പോഴും അപ്രതീക്ഷിതമായ രീതിയിൽ പ്രതീക്ഷിക്കാത്ത ആളുകളിലൂടെയാണ് സാധിക്കുന്നത്. ഈ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ നാമം നേരിട്ട് പറയുന്നില്ല, എങ്കിലും ചരിത്രത്തിൻ്റെ താളുകളിൽ ദൈവത്തിൻ്റെ കൈ നിരന്തരം അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. പ്രത്യേകിച്ച് തൻ്റെ ജനത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ കർത്താവ് തീർച്ചയായും വെറുതെ ഇരിക്കില്ല എന്നതാണ് സത്യം. ഒരു പുരുഷാധിപത്യ സമൂഹത്തിലെ അനാഥയായ എസ്തർ എന്ന പെൺകുട്ടി സിംഹാസനത്തിൽ കയറി തൻ്റെ ജനത്തെ നാശത്തിൻ്റെ വക്കിൽ നിന്ന് രക്ഷിച്ചതിനെക്കുറിച്ചാണ് ഈ സംഭവകഥ. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.